എൻ്റെ പുറകിൽ കാണുന്ന ഈ ടി വി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എക്സാക്ട്ലി ഒരു വർഷം മുന്നേ ഞാൻ ഈ ഒരു ടി വിയുടെ, അതായത് ഇംപെക്സിൻ്റെ ഇവോക്യു LED എന്ന് പറഞ്ഞിട്ടുള്ള ടി വിയുടെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന 55 ഇഞ്ച് QLED ടി വി ആയിരുന്നു അത്. അന്ന് നിങ്ങളെല്ലാവരും കൂടി അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്നെ പൊങ്കാലിട്ട്, ഇതൊക്കെ ഒരു വർഷമൊക്കെ നിൽക്കോടെ, അങ്ങനെയാണോടെ ഇങ്ങനെയാണോടെ അങ്ങനെ കമൻറ്റ് ഇട്ടവർക്ക് ഞാൻ പ്രൂവ് ചെയ്ത് തരാൻ പോവാണ് നിൽക്കുമെന്നുള്ളത്. സോ ലെറ്റ്സ് ഡു എ 1 year യൂസ്ഡ് റിവ്യൂ. നമ്മുടെ ടി വി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ടി വിയുടെ റിമോട്ട് ഇരിപ്പുണ്ട്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ വന്നിരുന്ന് നല്ലത് മാത്രം ഇതിനെക്കുറിച്ച് തള്ളാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. ഒരു പ്രോഡക്റ്റ് ഒരു വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇതുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അടിപൊളിയായിരുന്നു എന്നൊക്കെ തോന്നൂലേ? അതൊക്കെ ഇതിൻ്റെ അകത്തും തോന്നുന്നുണ്ട്. അതെല്ലാം വളരെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറയും, ഇത് ഇംപെക്സ് സ്പോൺസർ ചെയ്തതല്ലേ? യെസ്, ഇംപെക്സ് പൈസ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇംപെക്സ് ആകെ സ്പോൺസർ ചെയ്തത് ഒരൊറ്റ മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഏത് കോണ്ടന്റിൽ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ പക്ഷേ ചൂസ് ചെയ്തത് ഈ ഒരു ടി വി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ടി വി ചൂസ് ചെയ്തു. ഇംപെക്സിൻ്റെ മെസ്സേജ് ഇതാണ്: ഓണത്തിന്, അതായത് ഓണം വരാൻ പോവാണ്, ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. ഈ ഓണത്തിന് ഇംപെക്സിൻ്റെ ടി വി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 കോടി രൂപ വരെ വർത്തായിട്ടുള്ള ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടും, 100+ OTT ചാനലുള്ള സബ്സ്ക്രിപ്ഷൻ ബണ്ടിൽ കിട്ടും, അതുപോലെ തന്നെ ടീഷർട്ട് കിട്ടും, ക്യാഷ് ബാക്ക് കിട്ടും, എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇംപെക്സിൻ്റെ ഒരു ടി വി ഈ വീഡിയോ കണ്ടിട്ട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി വി മാത്രമല്ല വാങ്ങുന്നത്, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗിഫ്റ്റും ഈ ഓണത്തിന് കിട്ടും. ഈ പറയുന്ന ഗിഫ്റ്റുകൾ മാത്രമല്ല, 4 വർഷത്തെ കമ്പനി വാറണ്ടിയും അതുപോലെ തന്നെ EMI ഓഫേഴ്സും ഇംപെക്സ് ഈ ഓണത്തിന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, EMIയിലാണ് എടുക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ EMIയിലും എടുക്കാം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ചുകൂടി അടുത്ത് ആദ്യം തന്നെ ഒരു ടി വിയുടെ ആവശ്യം എന്ന് പറയുന്നതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചിലർക്ക് ടി വി എന്ന് പറയുന്നത് അവരുടെ ഹാളിൽ ജസ്റ്റ് ഒരു പർപ്പസ് മാത്രം അത് തീർത്താൽ മതിയാവും. അതായത് ഫോർ എക്സാമ്പിൾ അവർക്ക് ടി വി കാണണം, സിനിമ കാണണം, ചാനൽസ് കാണണം, ന്യൂസ് കാണണം, അതുകൊണ്ടൊരു ടി വി വേണം, അത്രേ ഉള്ളൂ. എന്നാൽ ചിലർക്ക് അവരുടെ പ്രൗഡി, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടി വി വേണം, ഏറ്റവും സൈസ് കൂടിയ ടി വി വേണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ടി വി വേണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് വേണം, സൗണ്ട് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അവർ എത്ര രൂപ വേണമെങ്കിലും ഒരു ടി വിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു ടീംസ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് VFM, അതായത് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ്സ് നോക്കി നടക്കുന്നവർ. ഇവരുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് വാല്യൂ ഫോർ മണി, അതായത് ബഡ്ജറ്റിൻ്റെ അകത്ത് പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് മാർക്കറ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഇവർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഒരു VFM പ്രോഡക്റ്റാണ്, അതായത് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ് ഇംപെക്സിൻ്റെ ഈ ഇവോക്യു LED TV എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു വർഷം മുന്നേട്ട് ആ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഞാൻ 40,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന QLED TV എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നിങ്ങൾക്ക് 40,000 അല്ലെങ്കിൽ ഒരു 45,000 രൂപയുടെ ഇടയിൽ കിട്ടാവുന്ന QLED പാനലുള്ളൊരു ടി വിയാണ് ഇംപെക്സിൻ്റെ ഇവോക്യു LED. ആ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് QLED കിട്ടുക എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഒരു വർഷം മുന്നേ ഭയങ്കര വലിയ ഡീലായിരുന്നു. ഈ ടി വിക്കകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. നിങ്ങളെ ബോറടിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നിങ്ങളിത് കേട്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലെ ടി വി, അത് ഇംപെക്സിൻ്റെ മാത്രമല്ല ഏത് ടി വി എടുക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തത് MEMC. MEMC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കോമ്പൻസേഷൻ. പേര് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീഡിയോനെ സ്മൂത്ത് ആക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കോമ്പൻസേഷൻ ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോയ്ക്കകത്തുള്ള ഫ്രെയിമുകൾക്കിടയിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ കാണുന്നു, ആ വീഡിയോ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണെന്ന് വെച്ചോ. അതായത് ഒരു സെക്കൻഡിൽ ആ വീഡിയോയ്ക്കകത്ത് 24 ഫ്രെയിമുണ്ട്. ആ ഒരു വീഡിയോനെ നമുക്ക് സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു 24 ഫ്രെയിമല്ല, ആ 24ലും കൂടുതൽ ഫ്രെയിമുകൾ ആ ഒരു സെക്കൻഡിൽ ഉണ്ടായാൽ മാത്രമേ ആ വീഡിയോ സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു MEMC എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 24 ഫ്രെയിമുകൾക്കിടയിൽ സ്യൂഡോ ഫ്രെയിമുകൾ, അതായത് ഫേക്ക് ഫ്രെയിമുകൾ ആഡ് ചെയ്യും. 24ൻ്റെ കൂടെ മേ ബി ഒരു 10 കൂടി ആഡ് ചെയ്ത് 34 ഫ്രെയിം ആക്കും. അപ്പോൾ ആ വീഡിയോ വീണ്ടും സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ MEMC ചെയ്യുന്നത്. സ്പോർട്സ് വീഡിയോസൊക്കെ കാണുന്ന സമയത്താണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നത്. കാരണം സ്പോർട്സിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അത് 24 ഫ്രെയിമിലൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ബ്ലർഡ് ആയിരിക്കും. അതിനെ കുറച്ചുകൂടി ക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ MEMC എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിന് പറ്റും. അടുത്തതായിട്ട് ALLM, ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടി വി ഇരിക്കുവാണേ. അപ്പോൾ ടി വിയിൽ നമുക്ക് 2-3 തരത്തിലുള്ള പർപ്പസുകളുണ്ട് ഒരു ടി വിക്കകത്ത്. അതായത് ടി വിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു കൺസോൾ കണക്ട് ചെയ്ത് ഗെയിം കളിക്കും, അതേപോലെ തന്നെ വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചാനലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇട്ട് മൂവീസ് കണ്ടുകൊണ്ടിരിക്കും. ഈ രണ്ടും തമ്മിലുള്ള പർപ്പസിലൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുന്ന സമയത്ത്
റിയൽ ടൈമായിട്ട് നിങ്ങൾ ഈ ടി വി ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളൊരു ഗെയിമിംഗ് കൺസോൾ കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് റിയൽ ടൈമായിട്ട് നിങ്ങൾ ടി വി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടി വി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സ്പീഡ് ഏറ്റവും ലോവസ്റ്റ് ആസ് പോസിബിൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓട്ടോ ലോ ലേറ്റൻസി മോഡിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ലേറ്റൻസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു കൺട്രോളർ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഞാനത് ഗെയിം റൺ ചെയ്യുകയാണേ. അപ്പോൾ പെട്ടെന്ന് എനിമി വന്നു, ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് വെടിവെക്കുന്ന ബട്ടൺ ഇതാണ്, വെടിവെച്ചു. ഞാനിവിടെ അമർത്തി, 1 സെക്കൻഡ് കഴിഞ്ഞ് ആ എനിമി എന്നെ കണ്ട് എന്നെ കൊന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് വെടി പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫയറിങ് നടക്കുന്നത്. സോ ബേസിക്കലി അതാണ് ഡിലേ. ആ ഡിലേ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ALLM നടത്തുന്നത്, അതായത് ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. ലേറ്റൻസി കുറയുന്ന സമയത്ത് ഞാനിവിടെ അമർത്തുന്ന അതേ സമയത്ത് അവിടെ റിയാക്ഷൻ ഉണ്ടാവും, വെടിവെക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ലോ ലേറ്റൻസി, അതായത് ലേറ്റൻസി ഇത്രയും കുറഞ്ഞ് കിട്ടണം, ഇത്രയും ഡിലേ ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു സാധനം കോംപ്രമൈസ് ചെയ്യണം, നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി. നോട്ടിസബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. എന്നാൽ മാത്രമേ ഈ ഡിലേ ഇല്ലാതെ നിൽക്കുള്ളൂ. ഈ ഓട്ടോ ലോ ലേറ്റൻസി മോഡിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗെയിമിംഗ് കൺസോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടി വി റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ഓട്ടോ ലോ ലേറ്റൻസി മോഡിലേക്ക് അത് സ്വിച്ച് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി, അതല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽ ക്വാളിറ്റിയിൽ ചെറിയ കോംപ്രമൈസ് വരുത്തും, എന്നാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ടി വി റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് ഡിലേ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഷ്വൽ ക്വാളിറ്റി ആയിരിക്കും മാക്സ് ഔട്ട് ചെയ്ത് കിട്ടുന്നത്. ഇതാണ് ഓട്ടോ ലോ ലേറ്റൻസി മോഡ്, ALLM. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള 2 ഫീച്ചറുണ്ട്, ഡോൾബി വിഷനും ഡോൾബി അറ്റ്മോസും. സോ എന്താണ് ഡോൾബി വിഷൻ, എന്താണ് ഡോൾബി അറ്റ്മോസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോൾബി അറ്റ്മോസ് നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സൗണ്ടിൻ്റെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ട്രാവലിംഗ് ആണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് സൗണ്ട് വരാതെ ഇമേഴ്സീവായിട്ട് പലയിടത്തുനിന്നായിട്ട് സൗണ്ട് വരുന്ന രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡോൾബി വിഷൻ എന്താണ്? സെയിം പർപ്പസ് തന്നെ. അതായത് ഓരോ വിഷ്വലിനനുസരിച്ചും നമ്മുടെ സ്ക്രീൻ ഒപ്റ്റിമൈസ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡോൾബി അറ്റ്മോസിൻ്റെയും ഡോൾബി വിഷൻ്റെയും പർപ്പസ്. പിന്നെ ഇതിനകത്ത് വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, വോയിസ് കമാൻഡ് വരുന്നുണ്ട്, HDMI ARC, HDMI eARC വരുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് HDMI ARC? HDMI എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. HDMI കേബിൾ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് HDMI കേബിൾ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു കൺസോൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് HDMI കേബിൾ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ ലേറ്റസ്റ്റ് ടെക്നോളജി DP കേബിളാണ്, എന്നാൽ HDMI ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. HDMI ARCയും HDMI eARCയും ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, എന്നാലും ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. HDMI ARC എന്ന് പറയുന്നത് നമ്മുടെ HDMI കേബിളിലൂടെ തന്നെ നമുക്ക് ഓഡിയോ ചാനൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനൊരു സൗണ്ട് ബാറാണ് ഞാൻ HDMI ARC വെച്ചിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ ടി വിക്കകത്തു നിന്നുള്ള സൗണ്ട് സിഗ്നൽസിനെ എനിക്ക് HDMI ARC വഴി ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ സൗണ്ട് ബാറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഈ സൗണ്ട് ബാറിൻ്റെ സൗണ്ടിനെ എനിക്ക് ടി വിയുടെ റിമോട്ട് ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതായത് മൊത്തത്തിൽ നമ്മുടെ ഈ വയറിൻ്റെ കുറേ പരിപാടികളൊക്കെ കുറഞ്ഞു കിട്ടും. ARCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓഡിയോ റിട്ടേൺ ചാനൽ. ഈ ARC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ. ഈ ARCയിൽ വരുന്ന ഡിഫറൻസ് വേറൊന്നുമല്ല, അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 7.1, 5.1 അതുപോലെ തന്നെ 24 ബിറ്റ് ഓഡിയോ സിഗ്നൽസിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ARC ഉള്ള ഒരു സൗണ്ട് ബാർ അല്ലെങ്കിൽ ഒരു ടി വി ആണെന്നുണ്ടെങ്കിൽ 5.1 സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോം തിയേറ്റർ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പം വയർ കൊണ്ട് ഒരു സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്തുള്ള ക്വാളിറ്റിയിലും ബ്ലൂടൂത്ത് വഴി കേൾക്കുന്ന സമയത്തുള്ള ക്വാളിറ്റിയിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന്. പിന്നെ പറയാനുള്ളത്, ഇതൊരു ഗൂഗിൾ TV ആണ്, QLED ആണ് ഇതിനകത്ത് വരുന്ന പാനൽ. ആൻഡ് DVB-T2 ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ DVB-T2 DVB-T എന്ന് പറയുന്നത് ആക്ച്വലി ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡാണ്. അതായത് ഇതിനകത്തുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡാണ്, അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. DVB-T2 ഒക്കെ നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ക്ലാസ്സിൽ ഇരുന്നത് പോലെ ആയിരിക്കും, കുറച്ച് ടാസ്ക്കാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കറിയാം DVB-T2 എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കേട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി പറയാൻ പോകുന്ന പോയിന്റിലാണ് ഞാനിത് പ്രൂവ് ചെയ്യുന്നത്, എന്തുകൊണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ് ഇംപെക്സിൻ്റെ TV എന്നുള്ളത് ഞാൻ പറയാം. നമ്മളൊരു TV പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറേ സെഗ്മെൻറ്റുകൾ വെക്കാം. ഒരു ടി വിക്കകത്ത് പല ആസ്പെക്റ്റുകൾ നമ്മൾ നോക്കിയിട്ടാണ് ആ TV അടിപൊളിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നത്.
ഒന്നാമത്തത് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഡിസ്പ്ലേ സൈസ് ആയിരിക്കും. സൈസ് മാറ്റർ ആണ്. എൻ്റെ റൂം എന്ന് പറയുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആ 100 സ്ക്വയർ ഫീറ്റിൽ ഞാൻ 109 ഇഞ്ചിൻ്റെ ഒരു TV കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് കുറച്ച് ഓവർക്കില്ലാണ്, കാണാനും കൊള്ളത്തില്ലായിരിക്കും. എന്നാൽ ഒരു 55 ഇഞ്ചിൻ്റെ TV ആണ് പൊതുവെ എല്ലാ വീട്ടിലും കാണുന്നത്. അതൊരു TV പർപ്പസ് എല്ലാം മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ഒരു എസ്തെറ്റിക്ക് കൊടുക്കുന്നത് 55 ഇഞ്ചാണ്. അതല്ല ഞാൻ പറയുന്നത്. ഒരു TV പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പാനലാണ് നോക്കാനുള്ളത്. LED എന്ന് പറയുന്നത് ഓക്കെ ആണ്, ബ്രൈറ്റ്നസ് ഉണ്ടാവും, കളേഴ്സ് ഉണ്ടാവും. OLED എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പാനലാണ്. അതിനകത്ത് ഡീപ്പർ ബ്ലാക്സ് കാണും, കുറച്ചുകൂടി കളർ അക്യുറസി ഉണ്ടാവും, കോൺട്രാസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. QLED എന്ന് പറയുന്നതാണ് ബൈ ഫാർ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ ആ പാനലാണ് നമ്മുടെ ഈ TVക്കകത്ത് വരുന്നത്. ഓക്കെ, ഡൺ. രണ്ടാമത്തത് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സ്മാർട്ട് TV ഉണ്ട്, ആൻഡ്രോയിഡ് TV ഉണ്ട്, ഗൂഗിൾ TV ഉണ്ട്. ബൈ ഫാർ ഗൂഗിൾ TV ആണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. കാരണം ഗൂഗിളിൻ്റെ വോയിസ് ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ബട്ടറി സ്മൂത്താണ്, നമുക്ക് ഉപയോഗിക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഗൂഗിൾ വോയിസ് ആണ്. പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ വോയിസ് അസിസ്റ്റൻറ്റ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ IoT ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളും അതും ഇതിനകത്തുണ്ട്. കണ്ടുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, കേൾക്കുകയും വേണം. ഓഡിയോ ക്വാളിറ്റി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്, ഡോൾബി അറ്റ്മോസ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്പീക്കർ വയ്ക്കാതെ ഡോൾബി അറ്റ്മോസ് തന്നെയാണ് ആ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് പുറകിലേക്ക് പോകാം. ഇതിൻ്റെ പോർട്ടുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൽ ഫ്യൂച്ചർ പ്രൂഫിംഗ് ആയിട്ടുള്ള പോർട്ടുകൾ വരുന്നുണ്ടോ എന്ന്. HDMI 2.1 ആണ് വരുന്നത്, HDMI ARC, EARC വരുന്നുണ്ട്. ഫ്യൂച്ചർ പ്രൂഫാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ജനറേഷനിലുള്ള പല സാധനങ്ങളും ഇതിനകത്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ TV വെറുതെ സിനിമ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സിനിമ കാണാൻ വേണ്ടി, യൂട്യൂബ് കാണാൻ വേണ്ടി. നമ്മൾ ഫോണിലല്ലേ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നത്, അതൊക്കെ ഇപ്പോൾ നമ്മൾ TVയിലായില്ലേ. പിന്നെ നമ്മൾ ഗെയിം കളിക്കാൻ തുടങ്ങി. പലരുടെ വീട്ടിൽ ഒരു കൺസോൾ മേടിച്ചിട്ട് അവർ TV ആയിട്ട് കണക്ട് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട്. ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് ഗെയിമിങ്ങിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഇൻപുട്ട് ലാഗ് എന്നുള്ള ഫീച്ചർ ഇതിനകത്തുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഫൈനലായിട്ട് വരുന്നത് പ്രൈസ് ആൻഡ് വാറണ്ടി. 40-45,000 ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. വാറണ്ടി 4 വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ബൈ ഫാർ ഒരു 40,000 രൂപ റേഞ്ചിൻ്റെ അകത്ത് വരുന്ന പൊളപ്പൻ TV അല്ല ഇത്. ഇതാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത്, നിങ്ങളെല്ലാവരും കൂടി ഊക്കി എന്നെ റീഗേറ്റ് ചെയ്തു. അപ്പോൾ ഇംപെക്സിൻ്റെ ഇവോ QLEDയുടെ ഒരു 1 ഇയർ യൂസ്ഡ് റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നേ വരെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, അതായത് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും ഒരു ചെറിയൊരു സജഷൻ എനിക്കുണ്ട്. അത്ര മാത്രമാണ് ഈ ഒരു വർഷം യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ച് ആഡ് ഓൺ ആയിട്ട് വേണമെന്ന് തോന്നിയത്. അല്ലാതെ ബാക്കി എല്ലാത്തിലും ഓഡിയോ ക്വാളിറ്റി ആയാലും വിഷ്വൽ ആയാലും കളേഴ്സ് ആയാലും എല്ലാത്തിലും ബെസ്റ്റ് തന്നെയാണ് ഇംപെക്സിൻ്റെ TV. ഇന്നേ വരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല, അടിച്ചു പോയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കമ്പനി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് തരും. ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഈ വീഡിയോ ഉള്ളൂ. ആൻഡ് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, ഈ ഓണത്തിന് ഇംപെക്സിൻ്റെ TV വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കേഴ്സ്, ക്യാഷ് ബാക്സ്, 100+ OTT ചാനലുള്ളൊരു ബണ്ടില്, ടീഷർട്ടുകൾ, അറൗണ്ട് 5 crores വെർത്തായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും. അതുമാത്രമല്ല 4 വർഷത്തെ കമ്പനി വാറണ്ടിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള EMI ഓഫേഴ്സും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.